നമ്മൾ എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ജനാധിപത്യത്തിൽ നമ്പേഴ്സ് മാറ്റർ. എണ്ണം വേണം. എണ്ണമില്ലെങ്കിൽ ജനാധിപത്യത്തിൽ നിങ്ങൾക്ക് ഒരു വിലയുമില്ല. കേരളത്തിലെ എല്ലാവരും ആദിവാസി വനവാസികൾക്ക് വേണ്ടി കരയുന്നവരാണ്. ബട്ട് ആക്ഷനിൽ ഒന്നും ഉണ്ടാവില്ല. കാര്യം എന്താ? അവര് ഒരു വോട്ട് ബാങ്കേ അല്ല. 1% കേരളത്തിലെ ആദിവാസികൾ. ആരും നോക്കാൻ പോയി പണി നോക്കാൻ പറ. അങ്ങനെയാണ് അവരുടെ ഭൂമിയാണ് നമ്മൾ കയ്യേറിയത്. നമ്മളെപ്പോലുള്ള പുരോഗമനവാദികൾ കയ്യേറ്റം ചെയ്യും. എന്നിട്ട് പിന്നെ അതിന് കുടിയേറ്റം എന്ന് വിളിക്കും. എന്നിട്ട് നിയമസഭയിൽ ബില്ല് കൊണ്ടുവന്നിട്ട് അത് റാറ്റിഫൈ ചെയ്യും, റെഗുലറൈസ് ചെയ്യും. അങ്ങനെ ഇവര് റിയൽ ആദിവാസികൾ വനവാസികൾ അവർ പുറകോട്ട് പോയി. എത്ര പുറകോട്ട് പോകും? പിന്നെ ഉൾക്കാട്ടിൽ ജീവിക്കാൻ പറ്റില്ല. വലിയ മലയും ചെങ്കുത്തായ പ്രദേശത്ത് അവർക്ക് ജീവിക്കാൻ പറ്റില്ല. അവർ പുറത്തിറങ്ങി അവിടെ ഇവിടെ എല്ലാം അവർ കയ്യേറി. മുത്തങ്ങയിൽ അവരെ വെടിവെച്ചു, തല്ലി, കുത്തി, കൊന്നു, എന്തെല്ലാം ചെയ്തു. എന്നിട്ട് എന്ത് സംഭവിച്ചു? ഒന്നുമില്ല. ജാനു തെക്ക് മുടക്ക് നടക്കുന്നു, ഗീതാനന്ദൻ തെക്ക് മുടക്ക് നടക്കുന്നു. ഒരു മനുഷ്യൻ നോക്കുന്നില്ല. നിങ്ങളുടെ പോപ്പുലേഷൻ കുറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെ രാഷ്ട്രീയക്കാർ പരിഗണിക്കാൻ പോകുന്നത് അങ്ങനെയാണ്. നാളെ ഓരോ ഹിന്ദു പുരുഷനും ഗീതാനന്ദനായിട്ടും ഓരോ ഹിന്ദു സ്ത്രീയും ജാനുവായിട്ടും മാറും. നല്ല വീര്യമൊക്കെ ഉണ്ടാകും നിങ്ങൾക്ക്. സമരവീര്യമൊക്കെ ജാനുവിനും കുറവല്ല, ഗീതാനന്ദനും കുറവല്ല. പക്ഷേ എണ്ണമില്ല. അതുകൊണ്ട് പരിഗണിക്കപ്പെടുന്നില്ല. ജനാധിപത്യത്തിൽ എണ്ണം ആവശ്യമാണ്. ഇത് ക്രിസ്ത്യാനികൾക്കും സംഭവിക്കുന്നു,